നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മീനാക്ഷി സത്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് കുഞ്ഞിനെ ഇവിടെ സൂക്ഷിക്കുന്നത് എന്തായാലും ആപത്ത്. കുഞ്ഞിനെ കിട്ടിയ അവള് ബഹളം ഉണ്ടാക്കി രക്ഷപ്പെടും. അതൊരു വലിയ പ്രശ്നമാവും. കുട്ടിയെ കിട്ടാതിരുന്ന അവൾ ഒരിക്കലും പോവില്ല. ഞാനിപ്പോ വിളിക്കാം. എന്താ മോളി, എന്തേലും പ്രശ്നമുണ്ടോ? സാറിനെ പരിശോധിക്കാൻ വന്ന ആ ഡോക്ടർ മീനാക്ഷിയുടെ മുറിയിലുണ്ട്. കുഞ്ഞിനെ പറ്റിയും ഇവിടുന്ന് രക്ഷപ്പെടുന്നതിനെ പറ്റിയും അവര് പറയുന്നത് ഞാൻ കേട്ടു. അച്ഛനെ നോക്കാൻ വേണ്ടി ഡോക്ടറായിട്ട് വന്നിരിക്കുക. നമുക്ക് രക്ഷപ്പെടാം. സച്ചേട്ടനും ഗിരീഷ് നമ്പ്യാരും ഒക്കെ പുറത്തുണ്ട്. അവരൊന്നും കാണാതെ നീ കുഞ്ഞെവിടെയാന്ന് നോക്ക്. വേഗം കുഞ്ഞിനെ കണ്ടെത്ത്. ആ സമയത്ത് ഞാൻ പോയി സച്ചേട്ടനെ മറ്റും കൂട്ടിക്കൊണ്ടിങ്ങി വരാം. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടി അവിടെ തന്നെ വേണോന്ന്. ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ചൂടുവെള്ളം ചോദിച്ചതുകൊണ്ടാ ഞാൻ അടുക്കളയിലേക്ക് പോയത്. ചൂടുവെള്ളം? ദേ, ഞാൻ ഭയക്കുന്ന പോലെ എന്തേലും സംഭവിച്ചാ വെച്ചേക്കത്തില്ല നിന്നെ ഞാൻ. ഇവിടെ കിടക്കട്ടെ. ഇതാണ് കഠിന തടവ്. 3-4 ദിവസം കഴിയുമ്പോ കടലിലോ കായലിലോ തള്ളം. അവൾ അഭ്യാസവും കൊണ്ട് കേറി വന്നത് കടുവാക്കൂട്ടിലേക്കാ. ഒരു ഡോക്ടർ. വന്ന് കേറിയപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇനി കുഞ്ഞിനെ എന്ത് ചെയ്യും? അതാ അടുത്ത പ്രശ്നം. മീനാക്ഷി സത്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് കുഞ്ഞിനെ ഇവിടെ സൂക്ഷിക്കുന്നത് എന്തായാലും ആപത്ത്. കുഞ്ഞിനെ കിട്ടിയ അവള് ബഹളം ഉണ്ടാക്കി രക്ഷപ്പെടും. അതൊരു വലിയ പ്രശ്നമാവും. കുട്ടിയെ കിട്ടാതിരുന്ന അവൾ ഒരിക്കലും പോവില്ല. മീനാക്ഷി സത്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് കുഞ്ഞ് ഇവിടെയുള്ളത് അപകടം. ഡോക്ടർ വേഷം കെട്ടിവന്ന ഇവളുടെ വാല് പിടിച്ച് ആരെങ്കിലും ഇവിടെ വന്ന് മീനാക്ഷിയെ രക്ഷിക്കാൻ ശ്രമിച്ചാലും കുഞ്ഞൊപ്പം ഇല്ലാതെ മീനാക്ഷി പോകാൻ തയ്യാറാവില്ല. അപ്പോ എന്താ ചെയ്യേണ്ടത്? മീനാക്ഷിയുടെ കയ്യെത്താ ദൂരത്തിലേക്ക് കുഞ്ഞിനെ മാറ്റണം. മീനാക്ഷി മാത്രമല്ല, ആരും പെട്ടെന്ന് കേറി ചെല്ലാത്ത ഒരു സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന്. അതായത് ഇപ്പൊ തന്നെ കുഞ്ഞിനെ മാറ്റണം. മീനാക്ഷിയും കുഞ്ഞും ഒരിടത്തുള്ളത് എപ്പോഴായാലും അപകടം തന്നെയാണ്. അവര് രണ്ടിടത്തായാലേ കുഞ്ഞിനെ വെച്ച് വിലപേശാനാകും.
ഡോക്ടർ വേഷം കെട്ടി ഇവള് വന്നതുപോലെ ഇനിയും മീനാക്ഷിയെ രക്ഷിക്കാൻ ആരെങ്കിലും ഇവിടെ വന്നുന്നിരിക്കും. അതുകൊണ്ട് ഇപ്പൊ തന്നെ കുഞ്ഞുമായിട്ട് നീ പോണം. പോകേണ്ട സ്ഥലം ഞാൻ പറഞ്ഞുതരാം, എന്ത് ചെയ്യണമെന്ന്. ആ ഡോക്ടർ വന്ന കാറാ ഇത്. ഡ്രൈവറോട് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തു വന്നാലും ശരി, ഞാൻ പറഞ്ഞെടുത്ത് കുഞ്ഞിനെ എത്തിച്ചിരിക്കണം. മനസ്സിലായോ നിനക്ക്? മനസ്സിലായി. എന്നാ ചെല്ല്, സുരക്ഷിതമായി അവിടെ എത്തിയിട്ട് വിളിക്കും. ശരി. ആ ഡോക്ടർ എവിടെ? ഡോക്ടർ പോയല്ലോ. ദാ ഇപ്പൊ അങ്ങോട്ട് പോയേ ഉള്ളൂ. മീനാക്ഷിയുടെ കുഞ്ഞോ? മീനാക്ഷിയുടെ കുഞ്ഞോ? ഹ്, അതിന് മീനാക്ഷി പ്രസവിച്ചിട്ടില്ലല്ലോ. മറ്റാരുടെയോ ഒരു കുഞ്ഞിനെ അവള് കൊണ്ടു നടക്കാറുണ്ടായിരുന്നു. ആ കുഞ്ഞ് ഇവിടെ അല്ലല്ലോ ഉള്ളത്, ഇങ്ങോട്ട് വന്നിട്ടുമില്ല. എന്താ ആ കുഞ്ഞിനെ അച്ഛൻ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ? ആ കൊച്ചിന്റെ കാര്യം ഞാനോ അച്ഛനോ അറിയേണ്ട കാര്യമില്ലല്ലോ. അത് ചെമ്പകമംഗലത്തിലെ കുഞ്ഞല്ലേ, അപ്പോ അത് അവിടെ തന്നെ കാണും. നീ എന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. കൈവിട്ട കളികൾ കളിക്കുമ്പോ അത് ആരോടാണെന്നും പിന്നീടുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുക്കളെ കുറിച്ചും നീ അറിഞ്ഞിരുന്നാൽ കൊള്ളാം. അങ്ങനെ കൈവിട്ട കളികൾ കളിക്കുമ്പോ മറ്റ് ഭവിഷ്യത്തുകളെ കുറിച്ച് ഓർക്കാനേ പാടില്ലല്ലോ അച്ഛാ. മാധവ മന്ദിരത്തിലെ ഈ നിൽക്കുന്ന മാധവ നമ്പ്യാർ എന്ന എന്റെ അച്ഛന് ഞാനുൾപ്പെടെ മക്കള് 3. അതിലിപ്പോ 2 പേര് ജീവിച്ചിരിപ്പില്ല. അതിന് കാരണക്കാരായവർ ചെമ്പകമംഗലത്തുള്ളവരാ. ഉണ്ടായിരുന്ന ഒരു ആൺതരി ഉൾപ്പെടെ 2 ജീവനുകൾ അവരെടുത്തത്. അങ്ങനെ വരുമ്പോ ഞാനല്ല, എന്റെ ഈ നിൽക്കുന്ന അച്ഛനാ പ്രതികാരവുമായി മുന്നിട്ടിറങ്ങേണ്ടത്. അച്ഛൻ അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാ ഞാൻ മുന്നിൽ നിന്ന് പോരാടുന്നത്. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി പകയുമായിട്ട് നടന്നിട്ട് എന്താ കാര്യം? അതിന് എനിക്ക് പകയാണെന്ന് അച്ഛനോട് ആരാ പറഞ്ഞ്? പകയല്ല, തിരിച്ചറിവാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.